നമസ്കാരം, ലൈവ് അപ്ഡേറ്റ് ആണ്. നൂറയ്ക്ക് വീണ്ടും പണി. നൂറേനെ കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ചിട്ട് ബിഗ് ബോസ് പറയുകയാണ്, ഓരോ റൗണ്ട് കഴിയുമ്പോഴും കയ്യിലുള്ള കോയിൻസ് മുഴുവനും കൊടുത്തു തീർക്കണം. അത്തരത്തിൽ കൊടുത്തു തീർത്തില്ലെങ്കിൽ അതിൽ ഗോൾഡ് കോയിൻ മാത്രമേ റദ്ദാക്കപ്പെടുകയുള്ളൂ. ബ്ലാക്ക് കോയിൻസ് വേറെ ആർക്കും കൊടുത്തില്ലെങ്കിൽ അത് നൂറേൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ കണക്കാക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഈ ടാസ്ക് കഴിയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻസ് ഉള്ളത് നൂറേൻ്റെ കയ്യിലാണെങ്കിൽ അതുവഴി നൂറേൻ്റെ നോമിനേഷൻ മുക്തി റദ്ദാക്കപ്പെടുകയും അടുത്ത നോമിനേഷനിലേക്ക് നൂറ വരികയും ചെയ്യും. അതേപോലെ തന്നെ നൂറേൻ്റെ പറയാണ്, നൂറയ്ക്ക് അടുത്ത ആഴ്ചത്തേക്കുള്ള നോമിനേഷൻ പവർ ഉപയോഗിക്കേണ്ടത് ഈ ബ്ലാക്ക് കോയിൻസ് വഴിയാണ്. അതായത് അടുത്ത ആഴ്ച നോമിനേഷനിലേക്ക് നൂറയ്ക്ക് ഡയറക്റ്റ് ഒരാളെ നോമിനേറ്റ് ചെയ്യാം. ആ പവർ ആരെയാണോ നോമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അയാൾക്ക് ഈ ബ്ലാക്ക് കോയിൻസ് കൊടുക്കുന്നത് വഴി ഉപയോഗിക്കാം. അതേപോലെ നൂറ ഈ ഗോൾഡ് കോയിൻസിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്. ഈ ഗോൾഡ് കോയിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, ഈ പണിപ്പുരയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണോ എന്നുള്ളത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അത് നിങ്ങളുടെ ലക്ഷറി ബഡ്ജറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത്. പിന്നീട് നൂറേൻ്റെ അടുത്ത് ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നു. എന്നിട്ട് എല്ലാവരോടുമായിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഗോൾഡ് കോയിൻ മാത്രമായിരിക്കും റദ്ദാക്കപ്പെടുക. ബ്ലാക്ക് കോയിൻസ് ഓരോ റൗണ്ട് കഴിയും തോറും കൗണ്ട് ചെയ്യപ്പെടും. ഇന്നലത്തെ ആദ്യത്തെ റൗണ്ടിൽ നൂറ ആർക്കും ബ്ലാക്ക് കോയിൻസ് കൊടുക്കാത്തത് കൊണ്ട് അത് നൂറേൻ്റെ അക്കൗണ്ടിൽ തന്നെ കൗണ്ട് ചെയ്യും. അപ്പോൾ 2 ബ്ലാക്ക് കോയിൻസ് ഇപ്പം നിലവിലുള്ളത് നൂറയ്ക്കാണ്. അതേപോലെ ഗോൾഡ് കോയിൻ കയ്യിലുള്ള ആൾക്കാർ ആര്യന് 1, സാബുമാൻ 1, അനീഷ് 1, ജിസേൽ 1, നെവിൻ 1. അതേപോലെ തന്നെ ഈ ഫാക്ടറി ടാസ്കിൻ്റെ ഉള്ളിലുള്ള ഒരു സംഭവം ഇന്നാണ് കണ്ടസ്റ്റൻസിന് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഈ അഭിലാഷും ഷാനവാസും മസ്താനയൊക്കെ കൂടെ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് നമ്മൾ പണിയെടുക്കത്തില്ല, കാരണം പണി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത് നൂറയ്ക്കാണ്. അപ്പോൾ പണി എടുത്തില്ലെങ്കിൽ നൂറയ്ക്കായിരിക്കും പണി കിട്ടുക. അതുപോലെ തന്നെ ബ്ലാക്ക് കോയിൻസ് ഏറ്റവും കൂടുതൽ നൂറേൻ്റെ കയ്യിലായതുകൊണ്ട് നൂറയ്ക്ക് അതിനുള്ള പണിയും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പണി എടുക്കത്തില്ല എന്നുള്ളത് ഇന്ന് അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വലിയ അലമ്പായിരിക്കും. ഇന്നത്തെ ഒരു പ്രൊമോ വന്നപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അവിടെ കിടന്ന് എല്ലാവരും ഭയങ്കര അടിയാണ്. അക്ബറൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ജിഷിൻ്റെ അടുത്ത്. അതിൽ നൂറേൻ്റെ കൈയൊക്കെ മുറിയുന്നുണ്ട്. ടാസ്ക് അവസാനം റദ്ദാക്കുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ.